അസ്സലാമു അലൈക്കും. എല്ലാവരും നോമ്പൊക്കെ മുറിച്ച് സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യണോ വേണ്ടേന്ന് ഞാൻ 1000 വട്ടം ആലോചിച്ചിട്ടാണ് പിന്നീട് ഞാൻ ചെയ്യാമെന്ന് തീരുമാനം എടുത്തത്. വേറൊന്നും കൊണ്ടല്ല, ഈ ഫേക്കന്മാരിറങ്ങിയിട്ടുണ്ട് ഇപ്പം. അതായത് നാട്ടിലെ പ്രധാനികളുടെ പേരില് അക്കൗണ്ട് എടുക്കുക, കള്ള അക്കൗണ്ട് എടുക്കുക. ഇഷ്ടംപോലെ ഫേക്കന്മാർ എടുക്കുന്നതിലല്ല, അതിൽ പറയുന്ന വാക്കുകൾ നീ അങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്ന അത് വിഷയമുള്ള ദിവസമല്ല, അല്ലെങ്കിൽ ഒരു കമന്റ്. പക്ഷെ പള്ളു വിളിക്കുന്നു, അത് ചേർത്തുള്ള ചീത്ത വിളികൾ സഹിക്കില്ല. പറഞ്ഞുകൊണ്ട് തന്നെയാണ് അതിന് എന്തായാലും ശരി തന്നെയാണ് ഞാൻ സഹിക്കില്ല. റമദാൻ മാസോടെ ഇക്കാക്ക് കൂടുതലൊന്നും പറയാനില്ല കേട്ടോ. റമദാൻ മാസോടെ എനിക്കൊരു ഗിഫ്റ്റ് കാണിച്ചോടും, അത് കാണിച്ചോടും. അതിന്റെ കാര്യം മറന്നു. ഈ ഒരു സംഭവം കൊണ്ട് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം, നമ്മൾ അതുവരെ മറന്നുപോയി. iPhone 17 Pro Max എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. നാളെ മുതൽ എന്റെ വീഡിയോ വരുന്നത് അതിലായിരിക്കും. അപ്പൊ ഫേക്കന്മാര് നാളെ തൊട്ട് അതിനും കൂടെ കയറി എന്നെ മാന്തിക്കോളണം. അതാണ് ഇങ്ങനെ ഇപ്പൊ ചിലര് പറയുമ്പോ താത്തന്തിരി പൊങ്ങച്ചൻ പറയാൻ വന്നു. അന്തസ്സായിട്ട് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയിട്ടാണ് പൊങ്ങുന്നത്. അത് കണ്ടിട്ട് ഒരുത്തരും കുരുപൊട്ടിയിട്ട് ഒന്നും ചെയ്യാനില്ല. പൊട്ടിയെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നുമില്ല. ഞങ്ങൾ അറിയുന്നവർക്ക് അപരാധം വിളിക്കുന്നത് എന്തിനാണ് ഈ ചീത്ത വിളിക്കുന്നത്? അത് ഒരു മെമ്പർ ഐഡിയ ഒക്കെ എടുത്ത് എന്തിനാണ് ഈ ചീത്ത ആള് വിളിക്കുന്നത്? അവൻ എന്നെ അപ്പോഴേ വിളിച്ചോ, വെളുപ്പാങ്കാലത്ത് ഉറങ്ങിയത് പോലും ഇല്ല. വിളിച്ചിട്ട് എന്റെ പറയണേ എന്റെ നമ്പറല്ല, ഇന്നാണക്കാണ് എന്റെ ഫേക്ക് ഐഡി എടുത്ത് പലരെയും ചീത്ത വിളിക്കുന്നത്. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? എന്നെ മാത്രമല്ല, വഞ്ചിയിലുള്ള പല സ്ത്രീകളെയും ഇങ്ങനെ ചെയ്യുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നു മോനെ, ഇതിനകത്ത് ആ മെമ്പർ അല്ല, അതാ ഈ ഇരിക്കുന്ന ആളുൾപ്പെടെ ഇടപെട്ടില്ലെങ്കിൽ നിന്നെ കൈ കിട്ടുമെങ്കിൽ, ആളറിയുമെങ്കിൽ പൊട്ടിച്ചിരിക്കും ഞാൻ പടക്കം. അങ്ങനെ നീ വിചാരിച്ചിരിക്കണ്ട. അപ്പൊ റമദാൻ മാസമായിട്ട് എനിക്കൊരു കുടുംബമുണ്ട്, കൊച്ചൊരു കുടുംബം ഞാൻ തട്ടിയുരുട്ടി മുമ്പോട്ട് കൊണ്ടുപോകണം. അതിങ്ങനെ കൊണ്ടുപോകാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇതുകൊണ്ട് ഇങ്ങനെ ജീവിച്ച് ഒതുങ്ങി ഒരു കന്നാലിയൊക്കെ അറുത്ത് 2 ആട്ടിൻകുട്ടിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് മുമ്പോട്ട് പോണത്. ഞാൻ ആർക്കും ആണത്തം പണയം വെച്ചല്ല ജീവിക്കുന്നത്. പറഞ്ഞ കേട്ടാ, എനിക്ക് ഒതുങ്ങി എന്റെ കാര്യം നോക്കി എനിക്ക് ജീവിക്കണമെന്നുള്ളൊരു കൊതി കൊണ്ട് ഇന്നൊരു സമൂഹത്തിൽ നല്ലൊരു നിലയും വിലയും ഉണ്ടാക്കിയെടുത്ത് അൽഹംദുലില്ലാ കന്നാലി കച്ചവടം, ഇറച്ചി കച്ചവടമാണെങ്കിലും എന്നെ കുറച്ച് ആൾക്കാർ ഇന്ന് കാണുന്നത് എനിക്കെന്തോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. വിളിച്ചിട്ട് കാക്ക എന്താണ് സുഖമാണോ എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അതൊക്കെ ഇറച്ചി കച്ചവടം എന്ന് പറയാൻ പണ്ടൊക്കെ ഒരു കന്നാലി ഇറപ്പുകാരന് ഒരു ഇത്തിരി മാറ്റി കുറവുണ്ടായിരുന്നു. ഇറച്ചിക്കാരന് പെണ്ണ് കിട്ടാത്ത കാലം ഉണ്ടായിരുന്നു. ഇറച്ചിക്കാർക്കേ പെണ്ണുള്ളൂ. ഇറച്ചിക്കാര് നിങ്ങളൊന്നും കരുതി നിങ്ങൾക്ക് ദുഷ്ടന്മാരും ഇതൊന്നും അല്ല കേട്ടാ, പാവങ്ങളാണ്. പിന്നെ ജീവിക്കാൻ അത് ചെയ്തേ പറ്റും, പഠിച്ച പണി ചെയ്തേ പറ്റും. എന്റെ ഒരു 10-12 വയസ്സുള്ളപ്പോ തൊട്ട് ഞാൻ ഇതിൽ കിടന്നു. 12 അല്ല, ജനിച്ചു വിടാതെ ഇതിൽ തന്നെ അന്നത്തെ കന്നാലി കയറ് തന്നെയാണ് പിടിക്കുന്നത്. ഇല്ല, അവര് പറയും പോലെ കളപ്പാട്ട് എടുക്കുന്ന സമയത്ത് പോത്തിന്റെ കയറാണ് ഞാൻ കയ്യിലെടുത്തത്. അപ്പൊ ഇൻഷാ അല്ലാ ഇത്രയേ ഉള്ളു പറയാൻ. റമദാനായിട്ട് നീട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഫേക്കന്മാരൊന്ന് ആലോചിക്കുക. ഞാൻ നിങ്ങളെ ഒരു ദ്രോഹത്തിനും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.